എന്നിട്ട് അവിടെ അദ്ദേഹത്തിനെയും സുത്തിക കൊണ്ട് തലക്കടിക്കുകയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ആ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി. രണ്ടുപേരെയും അവിടെ കൊലപ്പെടുത്തിയതിനു ശേഷം വീണ്ടും വീട്ടിലേക്ക് തന്നെ വരികയാണ്. വരുന്ന സമയത്ത് തൻ്റെ പെൺസുഹൃത്തിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫർസാന എന്ന് പറയുന്ന പെൺസുഹൃത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്വയം പോയി അവിടെ പറയുകയാണ്, ഞാൻ 5-6 പേരെ തട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരു പേടിയുമോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അവർക്കൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് 3 നേരവും ഭക്ഷണവും അതേപോലെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു പണവും കൊടുത്താണ് അവർ വിടുന്നത്. ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊലപാതകം അധികമായി കൂടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരവും ഖേദകരവും അതേപോലെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവമാണ് ഈ അടുത്തായിട്ട് നടന്നത്. 23 വയസ്സുകാരനായ അഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ പിന്നിലും ലഹരി തന്നെയാണ്. ഇതിൻ്റെ തുടരെയുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ തുടരെയായി കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ 4 പേരെയും അതേപോലെ ഒരു പെൺ സുഹൃത്തിനെയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ അവിടെ കൊലപ്പെടുത്തിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. 23 വയസ്സുകാരനായ അഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ 4 പേരും കുടുംബക്കാരായിരുന്നു. അതേപോലെ ഒരാൾ പെൺസുഹൃത്തുമായിരുന്നു. ഇവിടെ മെയിനായിട്ട് റീസൺ എന്താണ്, എന്തൊക്കെയാണ് സംഭവിച്ചത് തുടരെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നടങ്കം എല്ലാ കേരളവും കർണാടകയും മൊത്തമായിട്ടും ഒന്നടങ്കം ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു വാർത്തയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ അടുത്തായിട്ട് എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും ഇത് തുടരെയായി ഇങ്ങനെ പോയാൽ ഇതിനേക്കാൾ ക്രൂരമായ സംഭവങ്ങൾ ഇനിയും നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. സഹോദരനായ അഫ്സാൻ, അതേപോലെ പെൺസുഹൃത്ത് ഫർസാന, അതേപോലെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ ലത്തീഫു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദ, അതേപോലെ ഉപ്പാൻ്റെ ഉമ്മയെ സൽമ എന്ന് പറയുന്ന ഉമാമ, ഇവരെയൊക്കെയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. ആദ്യമായിട്ട് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയുടെ അടുക്കൽ പോവുകയാണ്. അതിനുശേഷം ഉമ്മാനെ ഷാല് കൊണ്ട് കൗത്തിൽ ഞെരുക്കി പിടിക്കുകയും അതിനുശേഷം അങ്ങ് ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും അതിനുശേഷം റൂമിലേക്ക് ചെന്ന് ഡോറടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോയത് തൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുക്കലാണ് പോയി സൽമ എന്ന് പറയുന്ന ആ ഉമ്മാൻ്റെ അടുത്ത് പോയി സ്വർണം ചോദിക്കുകയാണ്. അങ്ങനെ അവിടെയും സ്വർണം കൊടുക്കാതാകുമ്പോൾ സുത്തിക കൊണ്ട് തൻ്റെ ഉപ്പാൻ്റെ ഉമ്മയെ തല്ലുകയും അവിടെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് തൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ പോയി ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. ലത്തീഫ് എന്ന് പറയുന്ന ആ ജ്യേഷ്ഠനോട് ചോദിക്കുമ്പോൾ അവിടെയും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്നിട്ട് അവിടെ അദ്ദേഹത്തിനെയും സുത്തിക കൊണ്ട് തലക്കടിക്കുകയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ആ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി. 2 പേരെയും അവിടെ കൊലപ്പെടുത്തിയതിനു ശേഷം വീണ്ടും വീട്ടിലേക്ക് തന്നെ വരികയാണ്. വരുന്ന സമയത്ത് തൻ്റെ പെൺസുഹൃത്തിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫർസാന എന്ന് പറയുന്ന പെൺസുഹൃത്തിനെ. അങ്ങനെ അവളെയും അവിടെ വീട്ടിൽ വെച്ച് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം തൻ്റെ സഹോദരന് വീട്ടിലേക്ക് വരികയാണ്. സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അഫ്സാൻ എന്ന് പറയുന്ന സഹോദരൻ വീട്ടിലേക്ക് വന്നപ്പോൾ, ചെറിയ കുട്ടിയാണെന്ന് ആണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്, വീട്ടിലേക്ക് വന്നപ്പോൾ അവനെയും അവിടെ കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഉമ്മ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഉമ്മ ക്യാൻസർ പേഷ്യൻറ്റുമായിരുന്നു. മാത്രമല്ല ആ ഉമ്മാനെ ആദ്യം തന്നെ ഷാള് കൊണ്ട് ഞെരുക്കി പിടിക്കുകയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്, ആക്രമിക്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉമ്മ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിന് കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ ഒരു ധൈര്യം നോക്കണം നിങ്ങൾ.
വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു ചെറുപ്പക്കാരൻ തന്നെ പോവുകയാണ്. പോയതിന് ശേഷം അങ്ങനെ കീയൊക്കെ കറക്കിക്കൊണ്ടാണ് പോയത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വലിയ എന്തോ ഒരു സംഭവം ചെയ്തു എന്ന രീതിയിൽ അവിടേക്ക് പോയി വലിയൊരു പുണ്യമുള്ള കാര്യം ചെയ്തതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ സംഭവം ചെയ്ത രീതിയിൽ പോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയാണ്, ഞാൻ 5-6 പേരെ തട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ മെയിനായിട്ട് MDM അല്ലെങ്കിൽ ലഹരി, കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യവും മറ്റത് ലഭിക്കുന്നത്. അവർക്ക് കൊലപ്പെടുത്തിയാലും മറ്റൊന്ന് ചെയ്താലും ഒരു സംഭവമില്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നെത്തിയതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കേസുകൾ മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് 3 നേരവും ഭക്ഷണവും അതേപോലെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു പണവും കൊടുത്താണ് അവർ വിടുന്നത്. ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊലപാതകം അധികമായി കൂടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് അറിയിക്കണം. ഇവിടുത്തെ ഭരണഘടന നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ശിക്ഷ കൊടുക്കണം. കൊടുത്താലേ മറ്റുള്ളവർ കൊല ചെയ്യാനും അതേപോലെ ആക്രമിക്കാനും പേടിക്കുകയുള്ളൂ. ഇവിടെ അതൊന്നുമല്ല. ജയിലിലേക്ക് പോയാൽ വീട്ടിൽ 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അവിടെ 3 നേരവും ഭക്ഷണമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവം ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും തന്നെയില്ല. ഈ നല്ല ബോധമില്ലാതെയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി അവിടെ കൊലപാതകം ചെയ്ത് വീണ്ടും വീട്ടിലേക്ക് വന്ന് വീട്ടിലും കൊലപാതകം ചെയ്തു അവസാനമായി ചെന്നെത്തിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് സ്വയം പോയി അവിടെ പറയുകയാണ്, ഞാൻ 5-6 പേരെ തട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരു പേടിയുമോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒന്നും തന്നെയില്ല. കാരണം എന്താണ്? ഇതിനൊക്കെ ലഹരി തന്നെയാണ് കാരണം. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതിരിക്കുന്നു. ഈ ലഹരിയുടെ ഉപയോഗം ഇവിടെ മാഞ്ഞു കളഞ്ഞാൽ ഏകദേശം ഇവിടെ കൊലപാതകവും അക്രമവും എല്ലാം നിന്ന് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തൊട്ട് നമ്മേവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ അത് നിർത്താനുള്ള ഒരു മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇവരെ സംഭവം എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇന്നലെയായിരുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അള്ളാഹു നമ്മേവരെയും രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.